സോ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് മെഴ്സിഡീസ് ബെൻസിന്റെ E250 CDI വേരിയന്റാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് ലൊക്കേഷൻ വന്നിട്ടുള്ളത് കളത്തിലും കാർസിൽ തന്നെയാണ്, അതായത് നമ്മുടെ പാലക്കാട് ബൈപ്പാസ് റോഡിനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ സെയിലുള്ളതാണ്. മെഴ്സിഡീസ് ബെൻസിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ലക്ഷറിയിൽ ഏറ്റവും കിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡും കൂടെയാണ് നമ്മുടെ മെഴ്സിഡീസ് ബെൻസ്. അതിൻ്റെ തന്നെ ബിസിനസ് ക്ലാസ് സെഗ്മെന്റ് ആണ് വന്നിട്ടുള്ളത് E250 CDI. 250 കുറച്ചുകൂടെ പവർ കൂടിയ വെഹിക്കിളാണ്. 200 അല്ല, 220 അല്ല, 250 CDI ആണ്. 2014 മോഡലാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്. ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ ഒരു സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. വിത്ത് DRL ആണ്. മെഴ്സിഡീസ് ബെൻസിൻ്റെ ഇൻ്റലിജൻസ് സിസ്റ്റം ആണ് വന്നിട്ടുള്ളത്. ഫ്ലാറ്റ് ഗ്രില്ലാണ് വന്നിട്ടുള്ളത്. അലുമിനിയം ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. മെഴ്സിഡീസ് ബെൻസിൻ്റെ ലോഗോ കാര്യങ്ങളാണ്. ഫ്രണ്ടിൽ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കേരള രജിസ്ട്രേഷനോട്ട് മാറ്റിയ വെഹിക്കിളാണ് കേട്ടോ. ഹുഡ് അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് കൊടുത്തിട്ടുള്ളത്. മസ്കുലർ ലൈൻസും കാര്യങ്ങളും നമുക്ക് ഹുഡിലോട്ട് കാണാം. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഹുഡാണ്. ഹുഡിൽ നമുക്ക് ലോഗോം കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ വിൻഡോ ഗ്ലാസ്, അതായത് ഗ്ലാസ് ഏരിയ ഒക്കെ നോക്കി അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഗ്ലാസ് ഏരിയ ആണ് വന്നിട്ടുള്ളത്. അലുമിനിയം ഫിനിഷ് മെഴ്സിഡീസ് ബെൻസിൽ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് കളറാണ് കേട്ടോ, മറ്റു കളറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ താഴെ നമുക്കൊരു 17 ഇഞ്ചിൻ്റെ വീൽ ആൻഡ് അലോയാണ് കൊടുത്തിട്ടുള്ളത്. വിത്ത് ഡിസ്ക് ബ്രേക്ക് ആണ് വന്നിട്ടുള്ളത്. 245 ആണ് സൈസ് വന്നിട്ടുള്ളത്. ഇതിന് ഇടുപ്പായിട്ട് കാണിക്കുന്നതിൻ്റെ ഒരു ലെങ്ത് തന്നെയാണ് ഏകദേശം ഒരു 5 മീറ്ററിൻ്റെ അടുത്ത് വെഹിക്കിളിൽ ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ആ ഒരു സ്റ്റാൻഡ് ഓൾ ഓവർ ഭയങ്കര ലെങ്ത്തിലൊരു വെഹിക്കിളാണ് വന്നിട്ടുള്ളത്. റിക്കോ സെൻസേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ കീ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംഭവം ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തിലുള്ള തന്നെ ഷോൾഡർ ലൈൻസിലൂടെ നമുക്ക് ക്രോമിയം എലമെൻറ്റുകൾ കാണാൻ പറ്റും. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം വലിയ ഗ്ലാസ് ഏരിയ ആണ്. അതുപോലെ തന്നെ ക്രോമിയം എലമെൻറ്റുകൾ കാണാം. റൂഫിൽ സൺ റൂഫ് വരുന്നതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഫിനിഷിലാണ്, അതായത് ഗ്ലാസും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ സെയിം വീൽ തന്നെയാണ്, മാറ്റമല്ല കേട്ടോ. E250 ഒരു ബാഡ്ജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ മെഴ്സിഡീസ് ബെൻസിൻ്റെ ലോഗോ. ഇവിടെയും ആ ഒരു ഭയങ്കര നല്ലൊരു ഭംഗിയിലെ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ ടെയിൽ ലാമ്പ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു രീതിക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇത് ഇപ്പോഴും ഭയങ്കരമായിട്ട് ഓൾഡ് ആവാത്തൊരു മോഡലാണ് എൻ്റെ അഭിപ്രായത്തിൽ. നിങ്ങൾക്ക് എന്താ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സെൻസേഴ്സ് വരുന്നുണ്ട് താഴെ. അതുപോലെ തന്നെ ക്രോമിയം എലമെൻറ്റുകളാണ്. ഡുവൽ എക്സോസ്റ്റ് പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. രണ്ടും താഴ്ഭാഗത്താണ് വന്നിട്ടുള്ളത്. ചൂടിൻ്റെ ഇനി നമുക്ക് ബൂട്ടൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ വലിയ ബൂട്ട് സ്പേസ് ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിക്ക് ഉള്ളിലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് ലഗേജ് ക്യാപ്പബിൾ ചെയ്യാൻ പറ്റിയൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത്. ഡിഫോഗ് ലൈൻസ് വരുന്നുണ്ട്. സോ വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയറിലോട്ട് ഒരുപാട് ബ്ലാക്ക് ഫിനിഷുകൾ കാണാം. ട്രിംസും കാര്യങ്ങളും വരുന്നുണ്ട്. അലുമിനിയം ഫിനിഷ് വരുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി കോമ്പോസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഇവരൊക്കെ സോഫ്റ്റ് ടച്ച് ആട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. മെമ്മറി ഫംഗ്ഷനോട് കൂടിയുള്ള സീറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഡ്രൈവർ സൈഡും അതുപോലെ തന്നെ പാസഞ്ചർ സൈഡും സെയിം തന്നെയാണ് വന്നിട്ടുള്ളത്. മുകളിൽ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. ബ്ലൈൻഡ് മാനുവലാണ്, പക്ഷേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റ്സ് ഒരു ബ്രൗൺ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ആഫ്റ്റർ ചെയ്തതാവാനാണ് സാധ്യത. എങ്കിലും ബ്രൗൺ ഫിനിഷിലാണ് ഇതിൻ്റെ സീറ്റുകളും കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. അതിനുള്ളിൽ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കൺട്രോൾസും കാര്യങ്ങളും കാണാം. ഇതെല്ലാം നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് കൺട്രോൾസ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം അടിപൊളിയാണ്. ഭയങ്കര ബാസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പീക്കേഴ്സാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നോബ് ഈ ഒരു സൈഡിലോട്ടാണ് വരുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ലൈറ്റ്സിൻ്റെയും വൈപ്പേഴ്സിൻ്റെയും കൺട്രോളൊക്കെ ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഇവിടെയാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ലാമ്പും അതുപോലെ തന്നെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിൽ നമുക്കൊരു മോഡ് വരുന്നുണ്ട്. എക്കോ മോഡും അതുപോലെ തന്നെ സ്പോർട്ട് മോഡും ഇതിൽ 2 മോഡാണ് ഇതിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല പവർഫുൾ വെഹിക്കിൾ തന്നെയുണ്ട്. കാരണം ഇത് 250 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള ഫ്രണ്ട് വ്യൂ വന്നിട്ടുള്ളത്. നോക്കിയാൽ മനസ്സിലാവും. ഭയങ്കര ലെങ്ത്തിലൊരു വെഹിക്കിൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല തൈ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നീ റൂമും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് AC കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് ഫാനൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കോർണറിലും നമുക്ക് AC വെൻറ്റ് വന്നിട്ടുണ്ട്. സൺബ്ലൈൻഡും കാര്യങ്ങളും കാണാം. കണ്ടില്ലേ, കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഒരു S ക്ലാസ് ഫീലാണ് വന്നിട്ടുള്ളത്. ബിസിനസ് ക്ലാസ് ആണ് ആൾറെഡി. അപ്പോൾ അത്യാവശ്യം അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റി സ്റ്റാൻഡേർഡൊക്കെ ഉണ്ടാവും വെഹിക്കിളിന്. ഇവിടെ നിന്നാണ് ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. റൂഫൊക്കെ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത്. 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. നമുക്കിവിടെ ബ്ലൈൻഡും കാര്യങ്ങളും ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് ഹെഡ് റൂം നോക്കി മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിക്ക് ഹെഡ് സ്പേസ് വരുന്നുണ്ട്. കണ്ടില്ലേ, നല്ല ഹെഡ് സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. ഭയങ്കര കംഫർട്ടാണ് ഇരിക്കാൻ. ഭയങ്കര കംഫർട്ടാണെന്ന് വെച്ചാൽ ഭയങ്കര കംഫർട്ടാണ്. ഒരുപാട് ഷോൾഡർ റൂമും കാര്യങ്ങളും വരുന്നുണ്ട്. ഭയങ്കര റിക്ലൈൻ പൊസിഷനാണ് വന്നിട്ടുള്ളത്. എഞ്ചിന് കാര്യങ്ങളൊക്കെ കണ്ടു അറിയാലോ. ഹൈഡ്രോളിക് സ്റ്റഡാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ 2.1 ലിറ്റർ ടർബോ ചാർജർ ഡീസൽ എഞ്ചിനാണ്. ഏകദേശം 500 Nm ടോർക്കും 204 HP പവറുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. 0-100 വെറും 6 to 7 സെക്കൻഡിലാണ്. 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആണ് വന്നിട്ടുള്ളത്.
സോ നമ്മൾ മെഴ്സിഡീസ് ബെൻസിന്റെ റിവ്യൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഈ ഒരു വെഹിക്കിൾ സെയിലിനുള്ളതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു. സോ ഇത് ഈ ഒരു വെഹിക്കിൾ മാത്രം ഇവിടെ റീ രജിസ്ട്രേഷൻ വെഹിക്കിളാണ് കേട്ടോ, അതായത് കേരളത്തിലോട്ട് മാറ്റിയ വെഹിക്കിളാണ്. ബാക്കിയുള്ള വെഹിക്കിളൊക്കെ ഇവിടെ ഒറിജിനൽ കേരള വെഹിക്കിളാണ്. സോ ഇതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇത് 2014 വെഹിക്കിളാണ്, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വെഹിക്കിളാണ്. ഏകദേശം 1,40,000 കിലോമീറ്ററാണ് വെഹിക്കിൾ ആകെ റൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 13,65,000 രൂപയാണ്. നമ്പർ പ്ലേറ്റ് അതായത് കേരളത്തിലോട്ട് മാറ്റിയ വെഹിക്കിളാണ്, NOC പ്രൈസ് അല്ല, കേരളത്തിലോട്ട് മാറ്റിയ വെഹിക്കിളാണ് കേട്ടോ. സോ ഈ ഒരു വെഹിക്കിൾ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കണ്. അതുപോലെ തന്നെ താല്പര്യമുള്ള ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അതായത് ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി, കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു തരാവുന്നതാണ്. സോ നമ്മൾ കളത്തിൽ കാർസിലാണ് ലൊക്കേഷൻ വരുന്നത്. അതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഷെറിബിൽ SRB എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിടുക. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതാണ്. സോ അതുവരേക്കും ബൈ.